ആ പൊന്നച്ചൻ ചേട്ടോ, ആ എന്തുകൊണ്ട് വിശേഷങ്ങള്? ഇങ്ങനെ മലയില ഓ വാഴക്കാ വിഴുങ്ങുക. ആന്നോ? നമ്മുടെയൊക്കെ ഒരു ദാരിദ്ര്യം ഇല്ലയോ? എന്താ പറയാ, നമ്മുടെ മുഖ്യമന്ത്രിമാർ ചെയ്ത പണിയാ. മൊത്തം ഇവിടെ കേരളം മൊത്തം പണക്കൊണ്ട് മറിയുവാന്നാ പറയുന്നത്. അല്ല, ദാരിദ്ര്യമുക്ത കേരളം. ആ നമ്മൾ തിന്നുന്നതോ വട്ടയിലേര്. വട്ടയിലല്ലേ എങ്ങനുണ്ട്? ദാരിദ്ര്യം ഉണ്ടോ മുഖ്യമന്ത്രി ഞങ്ങക്ക്? മന്ത്രി മീനില്ലെന്നും പറഞ്ഞ് ഇയാളെ ചോറുണ്ടില്ല അതാരാ? മുഖ്യമന്ത്രി. ഓ, നമ്മുടെ മുഖ്യമന്ത്രി ഇഷ്ടപ്പെട്ട മീനില്ലാഞ്ഞോണ്ട് ഉണ്ടില്ല. അതുകൊണ്ടാ. അതൊക്കെ അങ്ങനെ. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായി വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചു വീണതാ. പുള്ളി കണ്ടില്ല, കട്ടിൽ മേടിക്കാൻ 2 ലക്ഷം രൂപയുടെ കട്ടിലൊക്കെ മേടിച്ചു ഒറ്റ ദിവസം കിടക്കാൻ വേണ്ടി. ഓ, അപ്പോൾ ഒരു കൊല്ലം കിടക്കാൻ വേണ്ടിയാണെങ്കിൽ എത്ര കോടിയുടെ കട്ടിലായിരിക്കും മേടിക്കുന്നത്? പുള്ളിക്ക് മുടക്കൊന്നുമില്ലല്ലോ. 2 കോടിയുടെ 1 കോടിയുടെ കട്ടില് മേടിക്കുന്നത് നാട്ടുകാർ എണ്ണാക്കി കൊടുക്കുക അല്ലയോ? ഇവിടെ 20 കോടിയുടെ കാറൊന്നും മേടിച്ചത്. 20 കോടിയോ? അയ്യോ, ഇവിടെ നമുക്ക് സോളാർ ഫെൻസിങ് ഇട്ട് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വനംവകുപ്പുകാർ പറയുന്നത് ഫണ്ടില്ലെന്നാ പറഞ്ഞത്. അങ്ങനെയുണ്ട്. നമ്മുടെ ഒന്നും ഫണ്ടില്ല, അവരുടെ എല്ലാ ആവശ്യത്തിനും ഫണ്ടുണ്ട്. നമ്മുടെ കാര്യത്തിനൊന്നും ഫണ്ടില്ല ഇല്ലയോ? ചുറ്റുമതിൽ കെട്ടാനും എഴുത്തിലുണ്ടാക്കാനും സ്വിമ്മിംഗ് പൂൾ പണിയാനും മറ്റേ വീടിന്റെ മേളിൽ കയറുന്നതോ ലിഫ്റ്റ് ഉണ്ടാക്കാനൊക്കെ കാശുണ്ട്. എടുക്കാനും കാശില്ല. ഇപ്പൊ വാദ്യന്മാർക്കെല്ലാം രൂപ കൂട്ടി ശമ്പളം കൂട്ടി കൊടുക്കാറുണ്ട്. ആണോ? വാദ്യന്മാർ ഭയങ്കര സേവനമല്ലേ ഇവിടെ ചെയ്യുന്നത്. അവന്റെ എല്ലാ മക്കളെ പഠിപ്പിക്കുന്നത് പ്രൈവറ്റ് സ്കൂളുകളിൽ. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പഴേ പിള്ളേർക്ക് പാഠപുസ്തകം കൊടുക്കാൻ തുടങ്ങി. ആണോ? കഴിഞ്ഞ അടുത്ത വർഷത്തേക്ക് ഇപ്പഴേ കൊടുക്കുക. അത് ശരി. കഴിഞ്ഞ കൊല്ലത്തെ കിട്ടാത്ത പിള്ളേർ ഇപ്പോഴും കിടക്കുക. മറ്റേ പെൻഷൻ 2500 ആക്കി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ചേട്ടാ? ഉണ്ട്, കിട്ടുന്നുണ്ട്. 5 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞാൽ 2500 തരാമെന്ന്. കഴിഞ്ഞ ആഴ്ച വന്നു 2000 എന്നല്ലോ ഒരു മാസത്തെ. അല്ല, അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കൊണ്ട് ഇനിയിപ്പോ പെട്ടെന്ന് വരും. ഇനിയിപ്പോ പെട്ടെന്ന് വരും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അത് കാണുകയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാല് മൂഞ്ചിക്കോളം പറയില്ലേ? അത്രേ ഉള്ളു. ജനങ്ങളെ എല്ലാം കളിപ്പിച്ചിട്ട് കണക്കില്ല. അല്ല ചേട്ടാ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോകാം. മുഖ്യമന്ത്രിയുടെ കാറ്, അതിന് പരിവാരങ്ങളായിട്ട് 50ഓളം വണ്ടികള്, 100-500 ആൾക്കാര്. നമ്മൾ വേണ്ട ഈ കാട്ടിൽ കൂടെ ജീവൻ പണയം വെച്ച് കയറി ഇവിടെ വരുന്നു. നമ്മൾ മുഖ്യമന്ത്രി ആക്കി, ഇനി മുഖ്യമന്ത്രി ആക്കാൻ പോകുന്നില്ല. ഇനി ആകുകയില്ല. ആകത്തില്ലയോ? ജനങ്ങളെ മുഴുവൻ മൂഞ്ചിട്ടിട്ടേക്കുമല്ലോ, മുഴുവൻ കളിപ്പിച്ച് അടിച്ചു. അവര് സ്വർണ്ണം ഭഗവാന്റെ മുഴുവൻ അടിച്ചോണ്ട് പോയി. അത് പറയുന്നത് നമ്മൾ ഇത് എവിടെ ഇരിക്കുന്ന അറിയാവോ? ഇപ്പൊ കേൾക്കാനില്ല, കേസും പോയി. അതെല്ലാം മൂഞ്ചി പോയി. നമ്മളിരുന്ന് ഈ പറയുന്ന സ്ഥലം അയ്യന്റെ പൂങ്കാവനമാ. അയ്യന്റെ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. നാട്ടുകാർ പ്രാഗിയാൻ കൊല്ലുവോ മുടിഞ്ഞോന്മാരെ. അല്ല, അയ്യന്റെ കൊണ്ടുപോയി പിന്നെ നാട്ടുകാരെ കൊണ്ട് വെച്ചേക്കുവോ? അതാണ്. അങ്ങനെ സംരക്ഷണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പുള്ളിയുടെ എല്ലാം അടിച്ചോണ്ട് പോയി, കിണ്ടി വരെ കൊണ്ടുപോയി. പിന്നെ നമ്മളെ വെച്ചേക്കുവോ? ശരിക്കും സർവേ നടത്തുന്ന സർവേ റെക്കോർഡൊന്നും അനുസരിച്ചല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സ് പോകുന്നത്. ഇതൊക്കെ സാധാരണ ജനങ്ങളാണ്. ഇവർക്കാർക്ക് യൂട്യൂബ് താല്പര്യങ്ങളോ അല്ലാതെ രാഷ്ട്രീയ താല്പര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല. ഉളുപ്പ് വേണം. കേൾക്കുന്ന നിങ്ങൾക്ക് ഉളുപ്പില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊരല്പം ഉളുപ്പാകത്തെ.